all, welcome back to my YouTube channel. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. പിന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് മാറ്റം വരാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഒരു 5-6 വർഷം മുന്നേയുള്ള ഫോട്ടോ നമ്മുടെ ഇപ്പോഴത്തെ കോലെല്ലാം എടുത്ത് നോക്കിയാൽ ഒരു ഡിഫറൻസ് എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വലുതാകും തോറും നമ്മുടെ സ്കിന്ന് കുറച്ച് നന്നാവും, അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ വെയിലത്ത് കളിക്കുമോ എല്ലാം ആക്കും, വെയിലിന് നമ്മളൊരു പരിഗണനയും കൊടുക്കില്ല, വെയിൽ നമുക്കൊരു പ്രശ്നമല്ലേനോ. പക്ഷെ ഇപ്പോൾ വെയിൽ കൊള്ളുന്നതിൽ എത്രയോ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെയിലാണെങ്കിൽ നമ്മൾ കുടയെല്ലാം ചൂടിയിട്ടാണ് പോവുള്ളൂ, അങ്ങനെയാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു, വെയിലത്തായിരുന്നു ഫുൾ കളി. അപ്പോൾ നമ്മുടെ വെയിൽ കൊള്ളുന്നത് കുറക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ മാറ്റം ഉണ്ടാവും. ഏത് സമയം വെയിൽ കൊണ്ടിട്ടാണ് ഒന്നാമത്തേൽ നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക, ഒരു കരിവാളിപ്പ്, പിന്നെ സൺ ടാൻ എല്ലാം അടിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ സൺ ടാൻ മാറുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് സെറ്റ് ആവും. പിന്നെ പറയാനുള്ളത്, നമ്മൾ ആദ്യം തന്നെ നല്ലൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും, നമ്മുടെ സ്കിന്നൊക്കെ നന്നായിരിക്കും. ഞാനൊക്കെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഡിഗ്രിയെല്ലാം കഴിഞ്ഞ ഒരു കാലയളവിലാണ്. ആ സമയത്താണ് എനിക്ക് സ്കിൻ കെയർ യൂട്യൂബിലെ വീഡിയോ എല്ലാം കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലായത് സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും, അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൈ ചേഞ്ച് ആവും. അപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ സൺസ്ക്രീൻ എല്ലാവരും പറയുന്നത് ഒരു ഫെയർനെസ് ക്രീം അല്ല, സൺസ്ക്രീൻ ഒരു ഫെയർനെസ് ക്രീം അല്ല. പക്ഷേങ്കിൽ സൺസ്ക്രീൻ നമ്മുടെ സൺ ടാനിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നു. അതുകൊണ്ട് തന്നെ വെയിൽ ഏൽക്കുന്നില്ല നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ അത് നമുക്ക് വലിയ ചേഞ്ചാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ എന്തായാലും യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മുടെ ബേസിക് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുക. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെയിലിൽ നല്ല പ്രൊട്ടക്ഷൻ നൽകിയിട്ട് സ്കിന്നൊന്ന് നന്നാവും. അപ്പോൾ നമുക്ക് ഒരു വർഷമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ കുളിക്കാൻ യൂസ് ചെയ്യുന്ന സോപ്പായിരിക്കുമല്ലോ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യലേ, അതൊന്ന് മാറ്റുക. എന്നിട്ട് നല്ല ഫേസ് വാഷ് ഉണ്ട് ഇപ്പം കുറേ മാർക്കറ്റിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഒരിക്കലും ബോഡി സോപ്പ് ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ pH ലെവലിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ അത്രയും നന്നാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്കിൻ കെയർ ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ബോയ്സും ഗേൾസും ഒക്കെ സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഒരു ഫേസ് പാക്ക് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്തിരിക്കണം. ഞാൻ ഫസ്റ്റ് ഫേസിൽ പണ്ടൊക്കെ എവിടെന്നെങ്കിലും ഒരു വീഡിയോ എല്ലാം കണ്ടിട്ട് ഇടയ്ക്ക് കിട്ടുന്ന അരിപ്പൊടിയോ അല്ല കടലപ്പൊടിയോ എല്ലാം ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് തേച്ചാലായി, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല, എല്ലാത്തിനും ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാൻ ആദ്യമായിട്ട് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഒരു ഫേസിൽ യൂസ് ചെയ്ത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി നമുക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ, ഒരു ഹാഫ് വേണ്ട, ഹാഫിൻ്റെ പകുതി മതി. അത് ജസ്റ്റ് ഒന്ന് രാത്രി മുഖത്ത് ഉരച്ചു കൊടുക്കുക, അത് മാത്രമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസം ചെയ്ത്. അപ്പോൾ പുറത്തെല്ലാം പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, കുറച്ച് മാറ്റം ഉണ്ടല്ലോ ഫേസിൽ, എന്താ ഒരു ഗ്ലോയിങ് അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇങ്ങനെ ഫേസ് പാക്കോ അതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ കെയർ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല എന്നല്ല, അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തക്കാളി യൂസ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തോ എക്സാമോ അതെല്ലാം ആയിട്ട് മടിയായിപ്പോയി. പിന്നെ തക്കാളി അവിടെ വിട്ട്. അപ്പോൾ സ്കിൻ കെയർ പിന്നെയും വിട്ട്, സ്കിന്നിൽ വേറൊന്നും യൂസ് ചെയ്യാണ്ടായി. അപ്പോൾ സ്കിന്നിൽ വേറൊന്നും യൂസ് ചെയ്യാണ്ടായിരിക്കുമ്പോൾ നമ്മുടെ സ്കിൻ വെയിലെല്ലാം കൊണ്ട് പിന്നെയും ഡള്ളാവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ കെയർ ചെയ്യാണ്ട് വിട്ടാൽ നമ്മുടെ സ്കിന്ന് പിന്നെയും ബാഡാകുന്നത്, സൺ ടാനെല്ലായിട്ട് കരിവാളിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തക്കാളി യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 9ാം ക്ലാസ് മുതൽ തന്നെ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് വെച്ചാൽ തക്കാളി മാത്രമായിരുന്നു. തക്കാളി ദിവസം അങ്ങ് മുഖത്ത് തേക്കും. അപ്പോൾ അത് തേക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ കൂടി ഒരു പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ, ഒരു സൺസ്ക്രീൻ, ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആവുമായിരുന്നു. പക്ഷേ അന്ന് അതിനെപ്പറ്റി വലിയ നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞേരം മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാൻ തുടങ്ങി, പിന്നെ തക്കാളിയും. അപ്പോഴാണ് സ്കിന്ന് നന്നായി തുടങ്ങിയത്. സ്കിന്നിൽ ടാനൊക്കെ മാറി സ്കിന്ന് നന്നായി. അപ്പോൾ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. അതാണ് നമുക്ക് അഫോർഡബിളും ആണ്. പിന്നെ പറയുന്നത് വെച്ചാൽ നല്ലതാണ്. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഞാൻ ലാക്മീൻ്റെ ആയിരുന്നു. പക്ഷേ ലാക്മി കുറച്ച് വൈറ്റ് കാസ്റ്റ് ആണ്, പിന്നെ അത് ഒഴിവാക്കി. പിന്നെ പോൺസ് യൂസ് ചെയ്ത്, പിന്നെ ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തു. അപ്പോൾ ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ സൂപ്പറാണ്. അങ്ങനെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തക്കാളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് പോലെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ ഫേസിൽ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പുറത്തെല്ലാം പോയി വന്നാൽ നമ്മുടെ ഫേസ് എന്തായാലും വാഷ് ചെയ്തിട്ടേ കിടക്കാൻ പാടുള്ളൂ. ചിലരുണ്ട് ഇപ്പോൾ പുറത്തെല്ലാം പോയി അതേ കൊലത്തിൽ അങ്ങ് കിടക്കും. അപ്പോൾ മുഖത്ത് പൊടി പോയെല്ലാം പറ്റി പിടിച്ച് അതേ കൊലത്തിലായിരിക്കും കിടക്കുന്നത്.
അതേ തെറ്റാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫേസിൽ കുരുവെല്ലാം വരാൻ കാരണം. അപ്പോൾ പുറത്ത് പോയെല്ലാം വന്നാൽ നല്ല ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നാവും. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മെയിനായിട്ട് മാറ്റിയത് തക്കാളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കഷ്ണം തക്കാളി മതി, അത് മാത്രം യൂസ് ചെയ്താൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും. പിന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ പണ്ടുള്ള വെയിലിന് ഒരു ശ്രദ്ധയും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇതിലിപ്പം പുറത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ച് വെയിലുണ്ടെങ്കിൽ തന്നെ കുട ചൂടാൻ ശ്രദ്ധിക്കും. പിന്നെ എന്തെങ്കിലും ഷോളായിട്ടുണ്ടെങ്കിൽ ഫേസ് കവർ ചെയ്യാൻ നോക്കും. അങ്ങനെയെല്ലാം ഉണ്ട്. ഒരു നല്ല സൺ പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നന്നാവും. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കുടയൊന്നും ചൂടാണ്ട് പുറത്ത് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ കുറേ ആൾ ഫെയർനെസ് ക്രീംസ് എല്ലാം യൂസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ കുറേ ഫെയർനെസ് ക്രീം ഉണ്ട് ഇപ്പോൾ, പക്ഷേ അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ഫെയർനെസ് ക്രീം യൂസ് ചെയ്യാണ്ട് നോക്കുക. പിന്നെ ഒരു ആയുർവേദിക് ഫെയർനെസ് ക്രീം ഉണ്ട്, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, കുങ്കുമാതി ലേപം. അപ്പോൾ കുങ്കുമാതി ലേപം നല്ലതാണ്, ആയുർവേദിക്കാണ്, അതുകൊണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. പക്ഷേ ഓയിലി സ്കിന്നുകാർ ഒന്ന് ശ്രദ്ധിക്കണം, അതിൽ ഓയിലി കണ്ടന്റ് ആയിരുന്നു അടങ്ങിയിട്ടുള്ളത്. പക്ഷേങ്കിൽ ഓയിലി കണ്ടന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഓയിലി ആയിട്ട് നിൽക്കൊന്നുമില്ല, ഈസി ആയിട്ട് അബ്സോർബ് ആവും. പിന്നെ നൈറ്റിൽ അതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് നല്ല ചേഞ്ച് ഉണ്ടായി. പിന്നെ നമ്മൾ പണ്ട് നടക്കും പോലെയല്ല ഇപ്പം നടക്കുന്നത്. നമ്മുടെ ലുക്കിലാണെങ്കിലും ഫാഷനിലാണെങ്കിലും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചെല്ലാം നമ്മുടെ ഓവറോൾ ഒരു ലുക്കിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, തക്കാളി, ഇത് മൂന്നുമാണ് എൻ്റെ സ്കിന്നിന് ഒരു ചേഞ്ച് സംഭവിക്കാൻ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിരിക്കും. നമുക്ക് 1 വർഷം കൊണ്ട് തന്നെ റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. വെയിലേൽക്കുന്നത് പരമാവധി കുറക്കുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുക. ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ ചെയ്തിട്ട് കാര്യമില്ല. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ഡിഫറൻസ് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.